പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ബാലവേദി സർഗലക്ഷ്മി പുതുവർഷം എന്ന പേരിൽ കുട്ടികളുടെ സംഗമം സംഘടിപ്പിച്ചു. പബ്ലിക് ലൈബ്രറി ഹാളിൽ നടത്തിയ പരിപാടി സാഹിത്യകാരി MP മിനി ഉദ്ഘാടനം ചെയ്തു. അവസാനം ടങ്സ്റ്റൺ എന്ന ഒരു ലോകക്കൂട്ടിലേക്ക് എത്തുകയും ഇത് വിജയിക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ളവര് ടങ്സ്റ്റൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ 1000 പ്രാവശ്യവും താങ്കൾ തോറ്റുപോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എഡിസനോട്. അപ്പൊ എഡിസൺ പറഞ്ഞത്, ഈ 1000 ലോകക്കൂട്ടുകളും കൊണ്ട് ഒരു ഫിലമെന്റ് നിർമ്മിക്കാൻ പറ്റില്ല എന്ന അറിവിൽ ഞാൻ വിജയിച്ചല്ലോ എന്നാണ് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടോ വിജയത്തിലേക്കുള്ള കുറുക്ക് വഴികളിൽ വല്ലാതെ അമഗ്നരായിരിക്കുന്നു എന്ന് തോന്നാറുണ്ട്. എല്ലാ കുട്ടികളുടെ ഭാവി പ്രവചിക്കാനും അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെ ആവണം എന്ന് ഡിസൈൻ ചെയ്യാനും നമ്മളെ കൊണ്ട് കഴിയും. ഞാൻ അടക്കമുള്ള തലമുറയാണ് പറയുന്നത്, ഒരു കുറ്റപ്പെടുത്തലല്ല. എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു അഹങ്കാരം ഇന്നത്തെ രക്ഷിതാക്കളിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ജനിച്ചു വന്നൊരു കുട്ടിയും ആ കുട്ടി ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ കഴിവുകൾ അവനിൽ അടങ്ങിയിരിക്കുന്നു, ഏതൊക്കെ തരത്തിൽ അവന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെ അവന്റെ ഭാവി ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രവചിക്കുക എന്ന് പറയുന്നതിൽ കവിഞ്ഞ് ഒരു വിഡ്ഢിത്തം ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. യുവർ അനന്തമൂർത്തിയുടെ ഒരു കഥയുണ്ട്. ആ കഥയില് അതിലൊരു അങ്കുലപ്പുഴുവാണുള്ളത്. അങ്കുലപ്പുഴുവിന് ഭയങ്കര അഹങ്കാരമാണ്. ഈ ലോകത്തുള്ള ഏത് സാധനത്തെയും അളക്കാൻ കഴിയും എന്ന് അങ്കുലപ്പുഴു സ്വയം അഭിമാനം കൊള്ളുന്നു, അഹങ്കരിക്കുന്നു. ടി.ആർ. അജയൻ അധ്യക്ഷനായി. ജ്യോതിബായ് പരിയടത്ത്, ലീന ഒളപ്പമണ്ണ, കെ ശാന്തപ്പൻ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ സർഗശേഷി വളർത്താൻ അനുയോജ്യമായ സാഹിത്യ സാംസ്കാരിക കലാപരിപാടികളും സംഘടിപ്പിച്ചു.